നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ വെള്ളാപ്പള്ളി കുറച്ച് പ്രസ്താവനകളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ ലീഗിന്റെ നെഞ്ചത്തോട്ട, അതായത് ലീഗ് പറഞ്ഞല്ലോ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം, അതായത് UDF ജയിച്ചാൽ സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ലീഗ് അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അങ്ങനെ പറയാൻ യാതൊരു അവകാശം ലീഗിനില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിൽ വെള്ളാപ്പള്ളി ആ പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയും. കാരണം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പക്ഷെ അത് പുറത്തു നിന്നുകൊണ്ട് അതിനെ മറ്റൊരു പരിപ്രേക്ഷ്യത്തിലായിരുന്നു വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നതെങ്കിൽ അത് ന്യായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം ചോദ്യം ന്യായമാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന UDFിൻ്റെ ഏറ്റവും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് അല്ല. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ധാർമ്മികമായ യാതൊരു അവകാശമോ ഉത്തരവാദിത്വമോ ഇല്ല. കാരണം ഇതിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം UDFിൽ നിന്നും അല്ലെങ്കിൽ ലീഗിൽ നിന്നും മന്ത്രിമാർ ഇന്ന ആൾക്കാർ മന്ത്രി ആവണം എന്ന് ഇവിടെ നിന്ന് VD സതീശൻ പോയി പാണക്കാട് ചെന്നിട്ട് തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ പോയി അവരുടെ പണി നോക്കാൻ പറയും. ഉറപ്പാ, ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ മതി മന്ത്രി, ഇന്ന ആൾ ഉപമുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ചെന്ന് പറഞ്ഞ ഒരു അവിടെ നടക്കത്തില്ലെന്നേ. അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തങ്ങളാണ്. തങ്ങളുടെ വഴിക്ക് മാത്രമേ കാര്യങ്ങൾ പോടൂ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ആ അവസ്ഥയുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് തെറ്റാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന പറച്ചിൽ കറക്റ്റ് ആണെങ്കിൽ ഉദ്ദേശശുദ്ധി വളരെ മോശമാണ്. കാര്യം വെള്ളാപ്പള്ളിയുടെ ഉള്ളു പോലെ തന്നെയാണ് പുള്ളിയുടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ രീതിയും എന്ന് വെച്ചാൽ. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മതബോധമാണ്, രാഷ്ട്രീയ ബോധമില്ല. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ബോധത്തിനനുസരിച്ചാണ് എങ്കിൽ പറഞ്ഞെങ്കിൽ അതിനകത്ത് ധാർമ്മികതയുണ്ട്. ഇത് രാഷ്ട്രീയ ബോധമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷചിന്തയാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങൾക്കും മലപ്പുറത്തിനും ലീഗിനുമെതിരായിട്ട് ശക്തമായ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ശക്തമായ നീക്കമോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ലീഗിനെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. ഇവിടെ മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്ന് ഭരിക്കുന്ന കാലഘട്ടത്തിൽ മാറാട് കലാപം ഇനിയും ഉണ്ടാകും എന്ന് പറയുന്നതിനകത്ത് എന്ത് വസ്തുതയാണുള്ളത്? അത്തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ സമക്ഷം ഇട്ടുകൊടുക്കുക ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു മതേതര ബോധമുള്ള ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞ് പരത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം വെള്ളാപ്പള്ളി ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ അടുത്ത മന്ത്രി ഇനിയിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനെ പൊക്കി പിടിച്ചു നടക്കുകയാണ്. നാളെ ഈ പറയുന്ന പോലെ UDFിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ വിഴുങ്ങും വെള്ളാപ്പള്ളി. ഉറപ്പാണ്, ഈ പറഞ്ഞ എല്ലാം വെള്ളാപ്പള്ളി വിഴുങ്ങും. അന്ന് VD സതീശനായിരിക്കും ദൈവം. VD സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ VD സതീശൻ ദൈവമായിരിക്കും. പിണറായി വിജയനെ പുലഭ്യം പറഞ്ഞും പുലയാട്ട് പറഞ്ഞുകൊണ്ട് നടക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ്. അതൊരു ജന്മസിദ്ധമെന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ക്വാളിറ്റിയാണ്. പിന്നെ തന്നെയല്ല, ഇദ്ദേഹത്തിന് വേണ്ടത് ഭരിക്കുന്ന എല്ലാ സർക്കാരുകളുമായും അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പം ഉണ്ടാക്കി വെച്ചേ പറ്റൂ. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും അറിയാം കൃത്യമായിട്ട് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമെന്നുള്ള തോന്നൽ വെള്ളാപ്പള്ളിക്കുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമില്ല. കാര്യം വെള്ളാപ്പള്ളി ചെറിയ ആളൊന്നും അല്ലല്ലോ. കാര്യം പുള്ളിക്ക് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വെള്ളാപ്പള്ളിയുമായി അടുപ്പമുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ കൃത്യമായി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി കൃത്യമായിട്ട് അറിയാം. അപ്പം ഒരു ഭരിക്കുന്ന പാർട്ടിയെ എപ്പോഴും തഴുകി തലോടി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില വിഷം അടുത്ത് പുറത്തേക്ക് വമിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലീഗിനെ കുറ്റം പറയുന്നത്. അല്ല, ലീഗ് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള വാചകങ്ങളെ അല്ല ഇത്. രാഷ്ട്രീയമായി അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അതിനകത്തൊരു ധാർമ്മികതയുണ്ട്. ഇത് വെള്ളാപ്പള്ളി പറയുന്നത് തീർത്തും വർഗീയ പരാമർശമാണ്. ഇവിടെ കലാപങ്ങളുണ്ടാകും, മുസ്ലിം ലീഗ് കാര്യങ്ങൾ അവിടെ നിന്നാണ് ഞാൻ ഈ പറയുന്ന ധാർമ്മികത ഇല്ലായ്മയെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി വെച്ച കലാപങ്ങളെക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് വല്ല ധാരണയുണ്ടോ? ഇതിനു മുമ്പ് പറഞ്ഞ എന്താ, ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് തങ്ങൾക്ക് ആവശ്യമുള്ള മലപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നു എന്നുള്ളത് വാസ്തവവിരുദ്ധമല്ലേ? വാസ്തവവിരുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ കൊണ്ടുപോകുന്നത് തന്നെ വെച്ചോളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാമുദായിക സംഘടനയായ SNDP യോഗത്തിന് എന്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? ആരുടെ പരാജയമാണ്? ഈ നാട്ടിൽ ഈഴവരുടെ പരാജയമാണോ അത്? അല്ല. ഇതിനെ അനധികൃതമായി ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സാധനം കയ്യിൽ കൊണ്ട് നടന്നുകൊണ്ട് അതിൻ്റെ പേര് സുപ്രീം കോടതി വരെ കേസ് കിടക്കുകയാണെന്നേ. ഇപ്പം ഹൈക്കോടതി സുപ്രീം കോടതി കിടക്കുന്ന കേസിൽ കേന്ദ്ര സർക്കാർ വരെ അതിന് പങ്കാളിയായി. സോളിസിറ്റർ ജനറലാണ് അതിനുവേണ്ടി ഹാജരാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, വെള്ളാപ്പള്ളിയുടെ പിടിപാട് എവിടം വരെയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ.
ഈ പങ്കാളിത്ത വോട്ടവകാശം കൊണ്ട് ഈ പറയുന്ന ഈഴവരെ മുഴുവൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഈഴവരെ മുഴുവൻ കണ്ണടച്ച് പറ്റിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളാപ്പള്ളിക്ക് അത്രയും ഒരു വലിയ ഒരു സമുദായ സംഘടനയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയാത്തത്? ഏതൊരു സർക്കാരിനെയും വോട്ട് ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈഴവർക്കിടയിൽ ശക്തമായൊരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് പറയുന്ന പോലെ കോൺഗ്രസിനുമുണ്ട്. അവർക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കി കൊടുത്താൽ ആ അത്രയും വോട്ടുകൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടും. ഇപ്പോൾ UDF ആണ് ചെയ്യുന്നതെങ്കിൽ UDF കിട്ടിയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഗുണം പാർട്ടി അല്ലെങ്കിൽ സംഘടന സമുദായത്തിന് കിട്ടുന്നില്ല? അത് നേതൃത്വത്തിൻ്റെ പ്രശ്നമല്ലേ? നേതൃത്വം ഇവിടെ എന്താ ചെയ്യുന്നത്? നേതൃത്വം, അതായത് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? അവർക്ക് അവരുടെ വയറ് വീർപ്പിക്കാനും അവരുടെ ഖജനാവ് നിറയ്ക്കാനും വേണ്ട പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ. ഏത് കാര്യം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ SN ട്രസ്റ്റിൻ്റെ സുവർണ്ണ ജൂബിലി ബിൽഡിംഗ് ഫണ്ട് തട്ടിപ്പാണെന്നുണ്ടെങ്കിലും, ഈ പറയുന്ന ശങ്കേഴ്സ് ഹോസ്പിറ്റൽ ലീസിന് കൊടുത്ത കേസാണെങ്കിലും, ഈ പറയുന്ന എന്താ പറയുക മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസാണെങ്കിലും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഈഴവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ നേടിയെടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു വലിയ ഒരു സമുദായമായി നിലനിൽക്കുന്ന ഏകദേശം 1 കോടിയിലധികം വരുന്ന സമുദായ പ്രമാണിമാർ ഇവിടെ ഉണ്ടായിരുന്നിട്ട് കൂടി, അല്ലെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അത് നേടിയെടുക്കാൻ കഴിയുന്നില്ല? ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല? എന്നിട്ട് ഇതെല്ലാം എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തരായ മുസ്ലിം ലീഗുകളെ പോലുള്ള പാർട്ടികളെ എന്തിനാണ് കുറ്റം പറയുന്നത്? അവിടെ ഒരു വർഗീയ വിഷം എന്തിനാണ് വമിപ്പിക്കുന്നത്? തെറ്റായ പ്രവണതയല്ലേ അത്? എന്താ ചെയ്യേണ്ടിയിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ? മുസ്ലിം സമുദായം UDF ചൂണ്ടിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കരസ്ഥമാക്കുന്നെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ പ്രബല ഒരു സാമുദായിക സംഘടന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അവർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സമുദായ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നു. എന്നിട്ട് അവർ മതേതരത്തിൻ്റെ ഒരു രീതി അവരവിടെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയം ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയല്ലോ. BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് എവിടെയാണ് നിലനിന്നത്? നേരെ പോയി കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടെ പോയി BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ NDAയുടെ ഭാഗമാക്കുകയും ചെയ്തു. ഇവിടെ NDAയുടെ ഭാഗമാക്കിയതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈഴവ സമുദായത്തിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടാനാണ്? ഇവിടെ വന്നിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിൽക്കാൻ ഈ BDJSന് സാധിച്ചോ? ഇല്ല. NDAക്കൊപ്പം നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ് NDAക്കൊപ്പം നിന്നത്? NDAക്ക് പകരം LDFിലായിരുന്നു ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിലോ ഈഴവരാതി ഒരു വലിയ വിഭാഗം ഈ BDJSന്റെ ഭാഗമാകുമായിരുന്നു. അതേസമയം ഈ NDAയുടെ ഭാഗമായി കഴിയുമ്പോൾ ഈഴവരിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഒരിക്കലും അതിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. അത് പൊതുരീതിയാണ്. കാര്യം എന്താ? ഈഴവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏകദേശം വലിയൊരു വിഭാഗം ആൾക്കാരല്ല ഇടതുപക്ഷ വിശ്വാസികളാണ്. അപ്പോൾ അവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇടത് ബോധമുള്ള പാർട്ടി ഉണ്ടാവണം. അതിന് ഇവിടെ കൊണ്ടുവന്ന് LDFിനോടൊപ്പം ചേർത്താലേ ഒരു പാർട്ടി ഉണ്ടാവുള്ളൂ. അതുണ്ടാക്കിയില്ല. അതുണ്ടാക്കാതെ കേന്ദ്രത്തിൻ്റെ കാര്യത്തിലേക്ക് പോയി. കേന്ദ്രത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇത്രയും ആൾക്കാർ ഞങ്ങളുടെ കൊണ്ടുവന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ തോതിലല്ല പൈസ വരുന്നത്. ഈ പൈസ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഇഷ്യൂ ചെയ്യേണ്ട പൈസകളുണ്ട്. അതുകൊണ്ടല്ല NDA ഇത്തവണ ഒരുപാട് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തത്. പലരും NDA എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 2020 അടക്കം ഇറങ്ങി തിരിച്ചെന്തിനാ? രാഷ്ട്രീയ ഫണ്ടിന് വേണ്ടിയിട്ടാണ്. തന്നെയല്ല ഇയാളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേറെ കാരണങ്ങളുണ്ട് ഈ പറയുന്ന 2020-ക്കെതിരെ. അത് പോട്ടെ. അപ്പോൾ ഇവിടെ ഈ വെള്ളാപ്പള്ളി നടേശൻ ആ രീതിയിലാണ് പ്ലേ ചെയ്തത്. അപ്പം എന്നിട്ട് സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുകയല്ല വേണ്ടത്. സ്വന്തം സമുദായത്തിന് വേണ്ടി എന്ത് എത്തിച്ചു കൊടുക്കാൻ കഴിയും? ഇവിടെ ജനപ്രാതിനിധ്യ നിയമം ഉണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ ഇതൊരു വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലരുടെയും കാല് തിരുമ്മിയും കാല് നക്കിയും കുറേ കാലം കൊണ്ട് നടക്കുകയല്ലേ. ആ ജനപ്രാതിനിധ്യ നിയമം എന്തുകൊണ്ടാണ് ഇവിടെ സാധ്യമാക്കാത്തത്? എല്ലാത്തിൻ്റെയും പിന്നിൽ ഇതാണ് കാരണം. തനിക്ക് വളരണം, തനിക്ക് പണം ഉണ്ടാക്കണം, തനിക്ക് എങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കണം. ഇതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കാനോ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കഴിയില്ല. എന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ന്യൂനപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ സംഘടിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ സംഘടിച്ച് ശക്തരാകുവാൻ പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ എന്ത് ചെയ്തു? ഈ ഗുരുദേവ ആശയം എടുത്ത് സംഘടിച്ച് ശക്തരായത് ന്യൂനപക്ഷക്കാരാണെന്ന് മാത്രം. ഇവിടെ ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറ്റിയില്ല. വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത് ഭിന്നിപ്പിച്ച് തനിക്ക് ശക്തനാകുക എന്നുള്ളതായിരുന്നു.
ഈ പറയുന്ന സമുദായത്തെ മുഴുവൻ തമ്മിലടിപ്പിച്ചുകൊണ്ട് തനിക്ക് ശക്തനാകുക എന്നുള്ള ഒരു പോളിസിയാണ് വെള്ളാപ്പള്ളി എടുത്തത്. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ വെള്ളാപ്പള്ളി ഉയർത്തിയ ആ ചോദ്യം ഞാൻ പറയാം, രാഷ്ട്രീയമായ ശരിയായ ചോദ്യമാണ്, പക്ഷേ വെള്ളാപ്പള്ളി ആയതുകൊണ്ട് തന്നെ ധാർമ്മികമായ തെറ്റുമാണ് എന്ന് ഞാൻ പറഞ്ഞത്.